നമസ്കാരം. മന്ത്രി വീണ ജോർജിൻ്റെ പൊറാട്ട് നാടകം പൊളിഞ്ഞുപോയെങ്കിലും ചില ചോദ്യങ്ങൾ ബാക്കിയാവുന്നു. വീണ ജോർജിൻ്റെ കയ്യിൽ എങ്ങനെയാണ് മുറിവുണ്ടായത്? വീണ ജോർജിൻ്റെ കഴുത്തിന് വേദനയാണ് എന്ന് പറയുന്നതിനെ എങ്ങനെ നിഷേധിക്കാൻ കഴിയും? വീണ ജോർജിൻ്റെ കഴുത്ത് തിരുമ്മിക്കൊണ്ടവർ ഇരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടല്ലോ. ശ്രീജിത്ത് പണിക്കരെ പോലുള്ളവരൊക്കെ പറയുന്നുണ്ട് കഴുത്തിന് വേദന ഉണ്ടാവാൻ അടി കിട്ടണമെന്നില്ല, അതുകൊണ്ട് തന്നെ വീണ ജോർജിനെ കുറ്റപ്പെടുത്തരുത് എന്ന്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ വാസ്തവം എന്താണ്? വീണ ജോർജിൻ്റെ കയ്യിലൊരു മുറിവ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. ഇന്നലെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾക്കൊപ്പം വീണ ജോർജ് പങ്കെടുത്ത എല്ലാ പരിപാടിയിലെയും ചിത്രങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതിലെ കയ്യിലെ മുറിവ് വ്യക്തമായി കാണാം. ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്ന പ്രധാന കാരണം. എന്ന് വെച്ചാൽ ഈ കയ്യിലെ മുറിവ് വീണ ജോർജിന് ഉണ്ടായിരുന്നു നേരത്തെ, അത് ഈ പരിക്കേറ്റത്തിൻ്റെ ഭാഗമായി ഉണ്ടായതല്ല. അതുകൊണ്ടാണ് വീണ ജോർജ് ആദ്യം ഇത് വിവാദമാക്കാൻ തീരുമാനിച്ചപ്പോൾ കയ്യിലെ മുറിവിൽ ഇങ്ങനെ വീണ ജോർജ് തിരുമുന്നുണ്ടായിരുന്നു. അത് ബഹളമാക്കാൻ പറ്റും. പക്ഷെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ചയാവുന്നു. അതോടുകൂടി കയ്യിലെ മുറിവിനെ ഉപേക്ഷിച്ചു. കയ്യിലെ മുറിവിനെക്കുറിച്ചുള്ള സംസാരം ഒഴിവാക്കി കഴുത്തിന് വേദനയായി. ഈ കഴുത്തിന് വേദനയും പുറത്തിന് വേദനയും ഒക്കെ വന്നാൽ അത് തെളിയിക്കാൻ പറ്റില്ല, പരിക്കല്ലല്ലോ. കഴുത്തിന് കുത്തിപ്പിടിച്ചാൽ തീർച്ചയായും വേദന ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വേദന പറയുന്ന ആൾക്കല്ലാതെ മറ്റൊരാൾക്കും അറിയാൻ പറ്റത്തില്ല. മാനസിക രോഗം പോലെ ഒരാൾക്ക് മാനസിക രോഗമാണെങ്കിൽ നമുക്ക് ചില ലക്ഷണങ്ങളിലൂടെ തിരിച്ചറിയാം. പക്ഷെ അയാൾ ലക്ഷണമില്ലാത്ത ആളാണെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും? ഇതുപോലെ തന്നെയാണ് കഴുത്തിൻ്റെ വേദനയും പുറത്തിൻ്റെ വേദനയും ഒക്കെ. അപ്പോൾ വളരെ സേഫ് ആയിട്ടുള്ളൊരു പണി പിടിച്ചു, കഴുത്തിൻ്റെ വേദന. കഴുത്തിന് വേദന ഉണ്ടാവുമെങ്കിൽ സ്കാനിങ്ങിൽ കണ്ടുപിടിക്കണ്ടേ? പ്രത്യേക മെഡിക്കൽ ബോർഡ് ഉണ്ടാക്കി പിണറായി വിജയൻ്റെ ലോകോത്തരമായ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയാണ്. പോലീസ് കാവലുണ്ട്, നിരവധി ഡോക്ടർമാരുണ്ട്. അവരെല്ലാം കൂടി പരിശോധിച്ചിട്ടും വീണ ജോർജിന് എന്തു പറ്റി എന്ന് അവർക്ക് പറയാൻ പറ്റുന്നില്ല. അതേസമയം ICUവിലാണെന്ന്. ഒരാൾ ICUവിലാക്കണമെങ്കിൽ അയാളുടെ ആരോഗ്യസ്ഥിതി വഷളാവണം. എന്ത് കാരണത്താലാണ് അയാളെ ICUവിലാക്കിയതെന്ന് കൃത്യമായ കാരണം എഴുതി വെക്കണം. പക്ഷെ ആ കാരണമൊന്നും ഇവർക്കില്ല. യഥാർത്ഥത്തിൽ വീണയുടെ കയ്യിലുണ്ടായിരുന്ന മുറിവ് പൊളിഞ്ഞതോടെ, അതായത് ആ മുറിവിൽ ഫോക്കസ് ചെയ്യാനായിരുന്നു ശ്രദ്ധ, അതിപ്പോഴുണ്ടായതല്ല, നേരത്തെ ഉണ്ടായതാണ് എന്ന് വ്യക്തമായതോടെ എളുപ്പത്തിന് വേണ്ടി കണ്ടെത്തിയതാണ് കഴുത്തിന് വേദന. നമ്മൾ ഈ വാർത്ത നോക്കുക. 2021 ഏപ്രിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ ജോർജിന് പരിക്കേറ്റിരുന്നു, വാഹനത്തിൽ നിന്ന് വീണ് പരിക്കേറ്റിരുന്നു. അന്ന് അവരുടെ കഴുത്തിന് പരിക്കേറ്റു എന്ന് വാർത്തയാണ് ഇപ്പോൾ കാണുന്നത്. നോക്കൂ, അന്ന് അവർ കഴുത്തിന് പരിക്കേറ്റത് കൊണ്ട് ഈ കഴുത്ത് വളയാതിരിക്കാനുള്ള സാധനം അതിട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ? തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് അവർ കഴുത്തിന് ഇതിട്ടുകൊണ്ടാണ്. ഇത്തരത്തിൽ അവരുടെ പല ചിത്രങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ച് വാർത്ത എങ്ങനെയാണ് പറയുന്നത്? അഡ്വക്കേറ്റ് സാംജി എടമുറി എഴുതിയിട്ടുണ്ട്. 2021 ഏപ്രിൽ 4 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ വാഹനാപകടം പറ്റി വീണ ജോർജിന് കഴുത്തിന് പരിക്ക് പറ്റിയിരുന്നു. ഇന്ന് പ്രതിഷേധക്കാർ നേരെ ആക്രോശിച്ചെത്തുന്ന സമയത്ത് പഴയ പരിക്കൊന്ന് ഇളകി. അതിൽ നിന്ന് കരിങ്കൊടി വീശി സമരം ചെയ്യാൻ വന്നവർക്ക് യാതൊരു പങ്കുമില്ല. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. അതായത് ഇവർക്ക് പണ്ടേ പരിക്കുണ്ട്, കഴുത്തിൽ കോളർ വെച്ചാണ് അവർ കഴിയുന്നത് മിക്കവാറും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെട്ടെന്ന് സ്ട്രെയിൻ ഉണ്ടായപ്പോൾ, അവർ പൊട്ടിത്തെറിച്ചപ്പോൾ അത് ഇളകി കാണും. അത് കോൺഗ്രസ്സുകാരെന്ത് ചെയ്യും? അടുത്ത് നിൽക്കുന്ന കരിങ്കൊടി കണ്ടാൽ അപ്പോൾ തന്നെ എങ്ങനെയാണ് കഴുത്തിന് വേദന ഉണ്ടാവുന്നത്? എന്ന് മാത്രമല്ല, ഗൗരവമായ മറ്റൊരു കാര്യം കൂടി ഇതോടൊപ്പം സംസാരിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, വീണ ജോർജ് 3 മാസം കൂടുമ്പോൾ ഭർത്താവിനൊപ്പം ബാംഗ്ലൂരിൽ ചികിത്സയ്ക്ക് പോകുന്നുണ്ട്. വീണയുമായി അടുത്ത വൃന്ദങ്ങൾ തന്നെയാണത് വ്യക്തമാക്കിയത്. എന്ത് രോഗത്തിനാണെന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. വീണ ജോർജ് 3 മാസം കൂടുമ്പോൾ ഭർത്താവിനൊപ്പം ബാംഗ്ലൂരിൽ ചികിത്സയ്ക്ക് പോകുന്നുണ്ട്. അത് എന്ത് ചികിത്സയാണ് എന്ന് വ്യക്തമാക്കേണ്ട ബാധ്യത വീണയ്ക്കാണുള്ളത്. സ്വകാര്യതയാണ്, പറയുന്നില്ലേ, കുഴപ്പമില്ല. പക്ഷേ കഴുത്തുളുക്കി അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ കഴുത്ത് ഞെരിച്ച് വേദനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ പശ്ചാത്തലം കൂടി പറയണം. വീണയുടെ കഴുത്തിന് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ചികിത്സയുമായി ബന്ധമുണ്ട്. ബാംഗ്ലൂരിലേക്കുള്ള വീണയുടെ ഈ യാത്ര അതിൻ്റെ പിന്നിലെ പ്രധാന കാരണമാണ്. തീർച്ചയായും അത് എന്തുകൊണ്ടാണ്, എന്തിനാണ് വീണ പോകുന്നത് എന്നറിയാൻ ജനങ്ങൾക്ക് ഇനിയെങ്കിലും അവകാശമുണ്ട്. ഇവിടെ നാടകം കളിച്ച് നാട്ടുകാരെ പറ്റിക്കുമ്പോൾ മെഡിക്കൽ പശ്ചാത്തലവും ജനങ്ങൾ ചർച്ച ചെയ്യും. സ്വകാര്യത എന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ട് കാര്യമില്ല. അതൊക്കെ പോട്ടെ. വീണ ജോർജ് ആരോഗ്യമന്ത്രിയായിരിക്കുന്ന ഈ സർക്കാർ ആശുപത്രികളിൽ ഇപ്പോൾ നടക്കുന്ന വൃത്തികേടുകൾ, എത്രയോ മനുഷ്യരുടെ വേദന അവരനുഭവിക്കുന്നു, അവരുടെ അവയവങ്ങൾ നഷ്ടപ്പെടുന്നു. ശസ്ത്രക്രിയ മൂലം മലം മൂത്രവിസർജനം നടത്തേണ്ട ഭാഗത്തുകൂടി പുറത്തേക്ക് വരുന്ന ഒരു സ്ത്രീ നമ്മുടെ നാട്ടിലുണ്ട്. ഇവരുടെ ശസ്ത്രക്രിയ മൂലം 2 കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ട മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. കത്രിക വയറ്റിലിട്ടുകൊണ്ട് വേദന നിന്ന് നടന്ന മനുഷ്യർ ഒരുപാടുണ്ട്. ഇതിനൊക്കെ ഉത്തരവാദിത്വം വീണ ജോർജ് അല്ലേ? വീണ ജോർജിനെ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ കഴിവോടുകൂടി നാട് നടത്താൻ കഴിയാത്തത് കൊണ്ടല്ലേ? അവർക്കൊക്കെ ഉണ്ടായ വേദനയോട് കൂട്ടി വായിക്കുമ്പോൾ വീണയുടെ വേദന ഒരു വേദനയാണോ? ആ വേദനയാണോ ഇത്രയധികം ബഹളം വയ്ക്കേണ്ട വേദന? നിങ്ങൾ ഉമ്മൻചാണ്ടിയെ കണ്ടു പഠിക്കൂ. ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ ഉമ്മൻചാണ്ടിയുടെ വണ്ടി ആക്രമിക്കപ്പെട്ടിട്ടില്ലെന്ന്? ഉമ്മൻചാണ്ടിയുടെ കാറിൻ്റെ ഗ്ലാസ് തകർന്ന്
നെറ്റി പൊട്ടി ചോരയൊലിച്ചു, എന്നിട്ട് ബഹളം വെച്ചു ഇത്രയും. എന്നിട്ട് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു? സ്വയം നാടകമൊരുക്കിയിട്ട് DCC ഓഫീസിലേക്ക് കടന്നു കയറുന്നു, നാട് നീളെ അസമാധാനം ഉണ്ടാക്കുന്നു. എന്താണ് നിങ്ങളുടെ സ്ഥിതി? നിങ്ങൾ ഈ വൃത്തികേട് മുഴുവൻ കാട്ടിയിട്ട് നിങ്ങൾ ഇതിന് പുറകെ പോകുന്നു. ഷറഫുന്നിസ കരോളി എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുണ്ട്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രസക്തമാണ്. വീണ ജോർജിന് വേദനിച്ചെങ്കിൽ, വീണ ജോർജിന് കഴുത്തുളുക്കിയെങ്കിൽ, അതിന്റെ പേരിൽ ഇത്രയധികം സന്നാഹങ്ങൾ ഒരുക്കുന്നെങ്കിൽ ഇതിനുകൂടി ഉത്തരം പറയണം. നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ കഴുത്തിന് വലിയ വേദനയാണെന്നാണ് പറയുന്നത്. കാൽമുട്ടിന് വേദനയുമായി ബൈക്ക് ഓടിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോയ സനൂപ് എന്ന ചെറുപ്പക്കാരൻ 2 കണ്ണുകളുടെയും കൃഷ്ണമണി നഷ്ടപ്പെട്ട് പരസഹായത്തോടെയാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. ആത്മഹത്യ കൊള്ളാമെന്നുണ്ട്. ഞാൻ അടിച്ചു പൊളിച്ചത് മര്യാദയ്ക്ക് ഡെയിലി പണിക്ക് പോണെന്ന് ചക്കനായിരുന്നു. പ്രായമായ അച്ഛനും അമ്മയും മകനും അടങ്ങുന്ന കുടുംബത്തെ ടൈല് പണിക്ക് പോയി അന്തസ്സായി സംരക്ഷിച്ചുകൊണ്ടിരുന്ന സനൂപ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അയാൾ ഇപ്പോൾ 2 കണ്ണുകളുടെയും കാഴ്ചശക്തി നഷ്ടപ്പെട്ട് ജീവിതത്തെ പറ്റിയുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ചിന്തിച്ചുകൊണ്ട് മരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. സനൂപ് അനുഭവിക്കുന്ന വേദനയോളം വരുമോ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ കഴുത്തിന്റെ വേദന? ജനനേന്ദ്രിയത്തിലൂടെ മലം പുറത്തേക്ക് വരിക, അത് പരിഹരിക്കാൻ വേണ്ടി വയറിന്റെ സൈഡിൽ ഒരു തുളയിട്ട് അവിടെ ഒരു ബാഗ് ഫിക്സ് ചെയ്ത് അതിലൂടെ മലവിസർജനം നടത്തേണ്ടി വരിക. ഇത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ്? നെടുമങ്ങാട് ജനറൽ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഹസ്ന എന്ന് പറയുന്ന 24 വയസ്സുകാരി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതമാണിത്. 4 വർഷം കാത്തിരുന്നുണ്ടായ പൊന്നോമനയെ ഒന്ന് എടുക്കാൻ പോലും കഴിയാതെ, ഒന്ന് പാലൂട്ടാൻ കഴിയാതെ, 6 മാസക്കാലത്തിനിടയ്ക്ക് 5 ശസ്ത്രക്രിയ നടത്തിയിട്ടും തന്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയാതെ, ഇനി എന്താകും തന്റെ ഭാവി എന്ന് ആലോചിച്ച് ജീവിക്കുന്ന 24 വയസ്സ് മാത്രം പ്രായം വരുന്ന ഹസ്നയുടെ വേദനയോളം വരുമോ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ കഴുത്തിന്റെ വേദന? കെ സുധാകരൻ KPCC പ്രസിഡന്റായി തുടരുന്നിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള പ്രതികരണം വീണ്ടും വന്നിട്ടുണ്ട്. സുധാകരൻ ഇങ്ങനെ എഴുതി: വീണ ജോർജ് നല്ലൊരു ആരോഗ്യമന്ത്രി അല്ലെങ്കിലും നല്ലൊരു അഭിനേത്രിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. പണ്ട് മോണോ ആക്ടിൽ സമ്മാനം നേടിയിട്ടുണ്ട് വീണ ജോർജ് എന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സത്യമാണെന്ന് കേരളത്തിന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ആരോഗ്യമന്ത്രി ആക്രമിച്ചെന്ന തരത്തിൽ CPM പ്രചരിപ്പിക്കുന്ന ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതവും CPMന്റെ രാഷ്ട്രീയ നാടകവുമാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് കാണിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്നും സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ ആരോഗ്യമന്ത്രിക്ക് നേരെ യാതൊരു ആക്രമണവും ഉണ്ടായില്ല. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന KC കുട്ടികൾ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. കുട്ടികൾ മന്ത്രിയെ ആക്രമിച്ചിട്ടില്ലെന്നും അവരിൽ നിന്നൊരു ആക്രമണ പ്രവൃത്തി ഉണ്ടായിട്ടില്ലെന്നും ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിലെ മൊത്തം ദൃശ്യമാധ്യമങ്ങൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഏതെങ്കിലും ദൃശ്യമാധ്യമങ്ങളിൽ KC കുട്ടികൾ മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യമുണ്ടോ? CPMന്റെ കൈരളി ചാനൽ അടക്കമുള്ള ചാനലുകൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്നല്ലോ. ഈ ചാനലുകളിൽ ഒന്നിലും തന്നെ KC വിദ്യാർത്ഥികൾ മന്ത്രിയെ ആക്രമിക്കുന്നത് ഒരു ദൃശ്യവും വന്നിട്ടില്ല. അതിന് പകരം പ്രതിഷേധക്കാരോട് അങ്ങോട്ട് ആക്രോശിക്കുന്ന മന്ത്രിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ആരോഗ്യമന്ത്രിയുടെ പൊറാട്ട് നാടകത്തിന്റെ പേരിൽ എൻ്റെ കുട്ടികൾക്കെതിരെ ഇല്ലാ വകുപ്പ് ചുമത്തി ജയിലിൽ അയക്കാനാണ് ഭാവമെങ്കിൽ എന്ത് വില കൊടുത്തും അവരെ സംരക്ഷിക്കും. അവരുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള പോരാട്ടത്തിൽ ഞാൻ മുന്നിലുണ്ടാകും. ഭീഷണിപ്പെടുത്തി നിശബ്ദമാക്കാമെന്ന് CPM കരുതേണ്ട. ഈ വൃത്തികേടിന് കൂട്ടുനിൽക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും നിയമപരമായി നേരിട്ടിരിക്കും. പിണറായി വിജയനും CPMനും വേണ്ടി ഞങ്ങളുടെ കുട്ടികൾക്ക് നേരെ കള്ളക്കേസ് ചമച്ചിട്ട് രക്ഷപ്പെട്ടു പോകാമെന്ന് ഒരു പോലീസുകാരന് സ്വപ്നം കാണണ്ട. കൃത്യമായ മറുപടിയാണ്. അങ്ങനെ വേണം ഒരു നേതാവ്. ഇതാണ് സുധാകരനെ മനുഷ്യർ ഇഷ്ടപ്പെടുന്നത്. കണ്ണൂരിലെ കുട്ടികളെയാണ് പോലീസ് ആക്രമിച്ച് ജയിലിൽ അടച്ചിരിക്കുന്നത് കള്ളക്കേസെടുത്ത്. അതുകൊണ്ട് പറയുന്നു, അവർ പ്രതിഷേധിച്ചു എന്നത് സത്യമാണ്. പ്രതിഷേധിക്കാൻ ജനാധിപത്യ രാജ്യത്ത് അവകാശമുണ്ട്. ആ പ്രതിഷേധിക്കുന്നവരെ രക്ഷാപ്രവർത്തനം എന്ന നിലയിൽ കൈകാര്യം ചെയ്യുന്നതും അതിനൊരു പൊറാട്ട് നാടകം നടത്തുന്നതും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ജനങ്ങൾ ഇതിനെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുന്നുണ്ട്. റെജിമൻ കുട്ടപ്പന്റെ 2 ചെറിയ പോസ്റ്റുകൾ. ഒന്ന്, പിണറായിയെ പ്ലെയിനിൽ കൊല്ലാൻ ശ്രമിച്ചു, സത്യം. ശ്രീമതി ബോംബ് പൊട്ടിയ മുഴക്കത്തിൽ കസേരന്ന് പുറകോട്ട് മറിഞ്ഞു വീണു, സത്യം. പിണറായി കരിങ്കൊടി കാണിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരെ ചെടിച്ചട്ടിക്കൊണ്ട് അപകടം ഒഴിവാക്കി രക്ഷാപ്രവർത്തനം നടത്തിയത് സത്യം. വടകര തെരഞ്ഞെടുപ്പിൽ ഇറക്കിയ കാഫീർ സ്ക്രീൻഷോട്ട് സത്യം. എല്ലാത്തിനും എല്ലാം സത്യം. മറ്റൊന്നു കൂടി ഇട്ടിട്ടുണ്ട്: പോസ്റ്റ് ഒട്ടിക്കാൻ പോയിട്ടില്ല, മുദ്രാവാക്യം വിളിച്ചിട്ടില്ല, തെരുവിൽ സമരം ചെയ്തിട്ടില്ല, ജയിച്ചപ്പോൾ പാതിരിമാർ ജീപ്പിന്റെ മുകളിൽ നൃത്തം ചെയ്തു, 2ാം തവണ ജയിച്ചപ്പോൾ മന്ത്രിയും. വാശിയാണ് സ്ഥായിയായ ഭാവം, പ്രകോപിതയായാണ് നടപ്പ്. അപ്പോൾ ചീറിപ്പായും പിടലി ഉളുക്കും. പിന്നെ പാർട്ടിക്കാരുടെ കാര്യം പറയണ്ട, കള്ളം മാത്രമേ പറയൂ. ഇൻഡിഗോയിൽ വെച്ച് കൊല്ലാൻ നോക്കി, തലയിൽ വെടിയുണ്ട. പ്രത്യേക ആക്ഷൻ എടുത്തപ്പോൾ ശബ്ദമുണ്ടായി, പീണു സെന്ററിൽ ബോംബിട്ടു. ബുക്ക് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തെറിച്ചുപോയി. ക്യാമറകളില്ലാത്ത, ചാനലുകളില്ലാത്ത, ഫേസ്ബുക്ക് ഇല്ലാത്ത പത്രങ്ങൾ മാത്രമുള്ള കാലം ഒന്ന് ഓർത്തു നോക്കിക്കേ. ഞാൻ ഈ കാലഘട്ടത്തിൽ ജീവിച്ചു വന്ന ആളാണ്. വാർത്ത പിറ്റേ ദിവസം പത്രത്തിലൂടെ മാത്രം കാര്യങ്ങൾ അറിയൂ. അതിനുള്ളിൽ പാർട്ടി സംസ്ഥാനത്ത് തീയിടും. ഇതിപ്പോൾ എല്ലാവരും കണ്ടിട്ടും ICUവിലാണ്, തുടരും. എന്തായാലും പിണറായി വിജയന്റെ തിരക്കഥയിൽ ഷംസീറിന്റെ സംവിധാനത്തിൽ വീണ ജോർജിനെ പ്രധാന നായികയായി അഭിനയിച്ച നാടകം 8 നിലയിൽ പൊട്ടിപ്പോയി, ചീറ്റിപ്പോയി എന്ന് ഖേദപൂർവ്വം അറിയിക്കട്ടെ.